എക്സാൻവൈ കരിയർ കണക്റ്റിലൂടെ ഒരുപാടധികം കരിയറുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ കിട്ടാറുണ്ട്. എന്നാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ PG പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് CUET PG പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു സമയമാണിപ്പോൾ. ഫെബ്രുവരി 2-ാം തീയതി വരെയാണ് നിലവിൽ അപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ളത്. CUET PG ആസ്പിറൻസിൻ്റെ അടുത്ത് നിന്ന് ഒരുപാടധികം ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്ന ലക്ഷ്യം കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ. എൻ്റെ കൂടെ ഫുവാദ് ബിൻ ഉമർ, അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിൽ നിന്നും പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു. വെൽക്കം എവരി വൺ ടു ദിസ് വീഡിയോ. ആദ്യത്തെ ഒരു ചോദ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളത് എന്നതാണ്. അതിൽ അലിഗഡ്, ജാമ്യ പോലെയുള്ള യൂണിവേഴ്സിറ്റികൾ ഉണ്ടോ എന്നുള്ളതും ഒരു സംശയമാണ്. അതെ, അപ്പോൾ ഒരുപാടധികം വിദ്യാർത്ഥികൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ലക്ഷ്യം വെക്കുന്നവരുണ്ട്. അവർ CUET PG എക്സാം എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് അല്ലെങ്കിൽ ഏതൊക്കെ കോളേജുകളാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത് എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള സംഗതി ആയിരിക്കും. അപ്പോൾ ഓരോ വർഷവും CUET PGയുടെ അണ്ടറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളുടെയും കോളേജുകളുടെയും ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏതൊക്കെ യൂണിവേഴ്സിറ്റീസാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളത് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ CUETയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് കറൻ്റ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ അതിൽ അലിഗഡ് അതുപോലെ തന്നെ ജാമിയ മില്ലിയ ഇസ്ലാമിയയുടെ കാര്യം ചോദിച്ചു. അലിഗഡിലും ജാമിയയിലും UG പ്രോഗ്രാമുകൾ കുറച്ചെണ്ണം CUETയുടെ അണ്ടറിൽ നടന്നുകൊണ്ടിരുന്നുണ്ട്. പക്ഷേ CUET PG കൂടുതലും ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റികൾ CUET PGയുടെ അണ്ടറിലല്ല ഉള്ളത്. അവർ ഇൻഡിവിജ്വൽ ആയിട്ടാണ് PGക്കുള്ള എൻട്രൻസ് എക്സാമിനേഷൻസ് നടന്നു വരുന്നത്. 2010 മുതൽ 2021 വരെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനാണ് CUCET എന്നുള്ള പേരിൽ ഈ പറയുന്ന എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തിരുന്നത്. അതിനുശേഷം 2024-22 മുതൽ CUET PG കൊണ്ടുവന്നു, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. അതിനുശേഷമാണ് ഓരോ ഇയറും ഓരോ പുതിയ യൂണിവേഴ്സിറ്റികൾ CUET PGയുടെ ഭാഗമായിട്ട് മാറുന്നത്. അപ്പോൾ ഒരു സിംഗിൾ എക്സാമിലേക്ക് മാറുകയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് നടന്നു വരുന്നത്. അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, എന്തിൻ്റെ ബേസിലാണ് നമ്മൾ യൂണിവേഴ്സിറ്റീസ് സെലക്ട് ചെയ്യുക? റാങ്കിങ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ യൂണിവേഴ്സിറ്റികൾ ഒരുപാടധികം നമ്മുടെ ഇന്ത്യയിലുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ തന്നെ ഏതാണ് നല്ല യൂണിവേഴ്സിറ്റി, ഏതാണ് നല്ല കോളേജ്, ഒരു കോഴ്സ് ഉണ്ട്, ഏത് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കും എന്നൊക്കെ കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു ഫ്രെയിം വർക്ക് എന്നുള്ളത് NIRF, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിങ് ഫ്രെയിം വർക്ക് നമുക്ക് നോക്കാം. അതിൽ യൂണിവേഴ്സിറ്റി കാറ്റഗറി പ്രകാരം അതുപോലെ തന്നെ കോളേജുകളുടെ റാങ്കിങ്സ് നമുക്കതിൽ കാണാൻ പറ്റും. നമ്മൾ ഉദ്ദേശിക്കുന്ന കോളേജ് എത്രാമത്തെ റാങ്കിങ്ങിലാണ് എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് നല്ല റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റികളും കോളേജുകളും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പഠിച്ചിറങ്ങിയിട്ടുള്ള അലുമിനി നെറ്റ്വർക്കുകൾ, പ്ലേസ്മെന്റ് സെല്ലുകളൊക്കെ നമുക്ക് നോക്കിയിട്ടും ആ രൂപത്തിലുള്ള ഫീച്ചേഴ്സ് നോക്കിയിട്ടും നമുക്ക് യൂണിവേഴ്സിറ്റികളും കോളേജുകളും ചൂസ് ചെയ്യാവുന്നതാണ്. അതിൽ ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് NRF റാങ്ക് പ്രകാരം ഡൽഹി യൂണിവേഴ്സിറ്റി, JNU, ബനാറസ് ഒക്കെ ആണ് ടോപ്പ് റാങ്കിങ്സിൽ നിൽക്കുന്നത്. അപ്പോൾ അവിടുത്തെ കോഴ്സുകൾ നമുക്ക് എന്തൊക്കെ പ്രിഫർ ചെയ്യാം. ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ കുറേ കോളേജുകൾ, ഏകദേശം 91 കോളേജുകളുണ്ട്. യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഒരുപക്ഷെ ഡൽഹി യൂണിവേഴ്സിറ്റി കുറച്ച് പിറകിലാണെങ്കിൽ കൂടെ അതിലുള്ള കോളേജുകളുടെ റാങ്കിങ് നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക ആദ്യത്തെ 10 റാങ്കിങ്ങുകളിൽ 5-6 ഒക്കെ യൂണിവേഴ്സിറ്റി ഡൽഹി, അതെ, ഹിന്ദു കോളേജ്, ഗേൾസിനാണെങ്കിൽ മിരാണ്ട കോളേജ് ഒക്കെ ഫേമസ് ആയിട്ടുള്ള LSR, ലേഡി ശ്രീറാം കോളേജ് ഒക്കെ ഡൽഹി യൂണിവേഴ്സിറ്റി കണ്ടറിൽ ഫേമസ് ആയിട്ടുള്ള കോളേജുകളാണ്. ഓക്കെ, ശരി. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് പ്രോഗ്രാംസിനെ കുറിച്ച്. ഇപ്പോൾ 6 സെഗ്മെന്റ്സ് ഓഫ് പ്രോഗ്രാം ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന്? 6 പ്രോഗ്രാം സെഗ്മെന്റ്സ് ഉണ്ട്. പ്രധാനമായിട്ട് ജനറൽ, കോമൺ സെക്ടറിൽ വരുന്ന, അതിൽ മാനേജ്മെന്റ്, കൊമേഴ്സ്, ലോ, LLB തുടങ്ങിയിട്ടുള്ള കോഴ്സുകളൊക്കെ കോമൺ ആയിട്ടുള്ള സെഗ്മെന്റിൽ വരുന്നു. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ആസ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് MTech പ്രോഗ്രാമുകൾ വരുന്ന എഞ്ചിനീയറിംഗ് സെഗ്മെന്റ്, MTech പ്രോഗ്രാം സെഗ്മെന്റ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സയൻസ്, ഹ്യൂമാനിറ്റീസ് ഫീൽഡിൽ റിസർച്ച്, PG ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ആ സെഗ്മെന്റും അവൈലബിൾ ആണ്. പിന്നെ ആചാര്യ എന്ന് പറയുന്ന സെഗ്മെന്റ്, പ്രത്യേകിച്ച് വേദിക് സയൻസ് സ്റ്റഡീസിലൊക്കെ ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക് ആചാര്യ എന്ന് പറയുന്ന സ്റ്റഡീസ്. പിന്നെ ലാംഗ്വേജ് ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക്, ലാംഗ്വേജിലാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണം താല്പര്യമുള്ളവർക്ക് ലാംഗ്വേജ് സെഗ്മെന്റ്. അങ്ങനെ 6 സെഗ്മെന്റ്സ് ആയിട്ടാണ് CUET PG ക്രമീകരിച്ചിട്ടുള്ളത്. അറൌണ്ട് 41 ലാംഗ്വേജ് പേപ്പേഴ്സ് ഇപ്രാവശ്യം. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. ഇപ്പം നമ്മൾ MBAക്ക് നമുക്കറിയാം കാറ്റ് എക്സാം ഉണ്ട്, അതേപോലെ തന്നെ CUT വഴി MBA നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്? അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ചില യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ ചില കോളേജുകളിൽ MBAക്ക് 2 രൂപത്തിലും അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും. ചില ഇൻടേക്കുകൾ അത് കാറ്റിൻ്റെ ബേസിലായിരിക്കും, ചില ഇൻടേക്കുകൾ CUETയുടെ സ്കോറിൻ്റെ ബേസിലായിരിക്കും. പക്ഷെ അതിൽ ഇത്ര എണ്ണം എന്നുള്ളത് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കാറ്റിലൂടെ അഡ്മിഷൻ എടുക്കുന്ന ബാച്ചിലാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ഡ്യൂറേഷൻ വ്യത്യാസം ഉണ്ടായിരിക്കും. CUET വഴി എടുക്കുന്ന അഡ്മിഷൻ ബാച്ചുകളിലുള്ള ഡ്യൂറേഷൻ ഒരു പക്ഷേ വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷേ 2 എക്സാമുകളും എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിലൊക്കെ MBA പ്രോഗ്രാമിന് ആ രൂപത്തിൽ CUETയുടെ സ്കോർ പരിഗണിക്കുന്നുണ്ട്,
കാറ്റിന്റെ സ്കോറും പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ 2 എക്സാമുകൾക്കും ഒരുപക്ഷെ ഈ പറയുന്ന MBA പ്രോഗ്രാം ലക്ഷ്യം വെക്കുന്ന കുട്ടികൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് കൂട്ടത്തിൽ ആഡ് ചെയ്യാനുള്ളത്. ഇതിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യേണ്ടതുണ്ടോ? ഇപ്പോൾ CUTക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇന്ന യൂണിവേഴ്സിറ്റിയാണ് വേണ്ടതല്ലേ, ഓപ്റ്റ് ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞിട്ടാണോ? അതിന്റെ ഒരു പ്രൊസീജിയർ. ആക്ച്വലി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ CUET എന്നുള്ളത് ഒരു സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ ആണ്. എക്സാം കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ആയിട്ട് മാർക്കാണ് കിട്ടുന്നത്. മറ്റ് എക്സാമുകളെ പോലെ ഒരു ഓൾ ഇന്ത്യ ലെവൽ റാങ്കിങ് റിലീസ് ചെയ്യുന്നില്ല. നമുക്കൊരു മാർക്ക് ഉണ്ടാവും. ആ മാർക്ക് വെച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റികളിലേക്കോ കോളേജുകളിലേക്കോ അപ്ലൈ ചെയ്യാം. അവിടെ ഈ പറഞ്ഞ കോഴ്സിനേക്ക് ഇത്ര എലിജിബിലിറ്റി സ്കോർ, ഇത്ര വരെയുള്ള റാങ്കിലുള്ള കുട്ടികൾക്ക് ഇൻടേക്ക് കിട്ടും എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ പറയുന്ന കോളേജിലേക്ക് നമ്മുടെ സ്കോർ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട കോഴ്സിലേക്കും കോളേജിലേക്കും നമ്മുടെ സ്കോറാണ് അവിടെ എലിജിബിലിറ്റി ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ കോളേജുകളിലും ഒരു ലിസ്റ്റ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് അതിലുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ അപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് തുടങ്ങേണ്ടത്. ഓരോ യൂണിവേഴ്സിറ്റിക്കും വ്യത്യസ്തമായിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, ശരി. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ UG പ്രോഗ്രാമുകളിൽ മിനിമം എലിജിബിലിറ്റി മാർക്ക് ഇത്രയാണ് എന്നുള്ളതൊക്കെ ചിലപ്പോൾ ചില കോളേജുകളിൽ വേരിയേഷൻ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഓരോ കോഴ്സിനുള്ള ഇൻടേക്ക് നമ്പേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കാം. റിസർവേഷൻ സീറ്റുകളുടെ എണ്ണം അതൊക്കെ ഓരോ കോളേജുകളുടെയും യൂണിവേഴ്സിറ്റിക്കും വാരി ചെയ്യുന്നതാണ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ഈ NCL സർട്ടിഫിക്കറ്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ റിസർവേഷൻ പോളിസിക്കുള്ള സർട്ടിഫിക്കറ്റുകൾ, അതിന്റെ ഒരു ക്രൈറ്റീരിയ എങ്ങനെയാണ്? അപ്പം ഡ്യൂറേഷൻ എങ്ങനെ? അപ്പോൾ ഒരു കുട്ടി ചോദിച്ചിട്ടുള്ള കഴിഞ്ഞ വർഷം ഞാൻ NCL സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ അതെന്നെ ഈ വർഷം മതിയാകുമോ? അതിന്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണ്? പൊതുവെ സ്റ്റേറ്റ് ഫോർമാറ്റും ഉണ്ട്, സെൻട്രൽ ഫോർമാറ്റും ഉണ്ട്. അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഈ പറഞ്ഞ പോലെ തന്നെ NCL കാറ്റഗറി സർട്ടിഫിക്കറ്റ് എന്നുള്ളത് സെൻട്രൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന NCL തന്നെ നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആകുമ്പോൾ ഒരുപാട് പേർക്ക് പറ്റുന്നൊരു മിസ്റ്റേക്കാണ് ആക്ച്വലി നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് റിലീസ് ചെയ്യുന്ന ഈ ഇൻകം സർട്ടിഫിക്കറ്റ് നമ്മൾ കൊണ്ടുപോയിട്ട് കാര്യമില്ല. പ്രത്യേകമായിട്ട് അത് തന്നെ മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ള പേരിൽ തന്നെയാണോ NCL സർട്ടിഫിക്കറ്റ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ 1 വർഷമാണ് NCL സർട്ടിഫിക്കറ്റിന്റെ ഡ്യൂറേഷൻ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു പക്ഷേ 2 വർഷം മുന്നേ ഒക്കെ മറ്റ് എക്സാമുകൾക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അത് പോരാ, നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ NCLന്റെ കേസ് മാത്രമല്ല, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, പ്രത്യേകിച്ച് കേരളത്തിലെ കുട്ടികൾക്ക്, അവർക്ക് ഡിസ്റ്റൻസ് കൂടുതലായത് കാരണത്താൽ അവർക്ക് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മുടെ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്നുള്ളത് നമ്മുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ അതിന് പകരം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് എന്നുള്ള പേരിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സെൻട്രൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ തന്നെ നമ്മൾ പ്രസിദ്ധീകരിക്കേണ്ടതാണ്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പോസ്റ്റ് ചെയ്യേണ്ടതാണ് എന്നുള്ളത് ശ്രദ്ധിക്കണം. പിന്നെ ഇതിൽ മറ്റൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഈ ടെസ്റ്റ് സിറ്റി ചൂസ് ചെയ്യുമ്പോൾ, എക്സാം ടെസ്റ്റ് സിറ്റി ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നമ്മളിപ്പോൾ ചൂസ് ചെയ്ത് കഴിഞ്ഞു, അഡ്മിറ്റ് കാർഡ് വന്നു കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്താണ്, ഏതെങ്കിലും സ്റ്റേറ്റിലാണെങ്കിൽ നമ്മളിപ്പോൾ ഇൻ കേസ് കേരളത്തിലാണ് നമ്മൾ ടെസ്റ്റ് സിറ്റി കൊടുത്തിട്ടുള്ളത്, പക്ഷേ ആ സമയത്ത് നമ്മൾ ഹൈദരാബാദിൽ എങ്ങനെയാണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ? ചേഞ്ച് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ അതിൽ നമ്മുടെ അപ്ലിക്കേഷൻ ഡെഡ് ലൈൻ ഏകദേശം 2-ം തീയതി കഴിയും. അത് അപ്ലിക്കേഷൻ ഫസ്റ്റ് അപ്ലിക്കേഷൻ കഴിയും. ഫീ ട്രാൻസാക്ഷൻ ഉള്ള ദിവസം 3-ം തീയതിയാണ്. അത് കഴിഞ്ഞിട്ടൊരു ഓപ്പണിംഗ് ഉണ്ട്, എഡിറ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോ ഓപ്പൺ ചെയ്യും. ആ സമയത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തതിന് ശേഷം നമുക്ക് എക്സാം സിറ്റി ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. പലർക്കും പറ്റുന്നൊരു മിസ്റ്റേക്കാണ് ആക്ച്വലി. ഇപ്പോൾ നമ്മളിത് ശ്രദ്ധിക്കാതെ അപ്ലൈ ചെയ്തു പോകും, പിന്നീടാണ് നമ്മളത് ആലോചിക്കുക. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിച്ച് വേണം അപ്ലൈ ചെയ്യാൻ. ടെസ്റ്റ് സിറ്റി നമുക്ക് ഒരു കാരണവശാലും മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. എഡിറ്റിംഗ് ഓപ്ഷനിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇമെയിലും ഫോൺ നമ്പറും നമുക്ക് എഡിറ്റ് ചെയ്യാനും ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. ബാക്കി ഡീറ്റെയിൽസും എഡിറ്റിംഗ് വിൻഡോ ഓപ്പൺ ആവുന്ന സമയത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാം. ബാക്കി നമ്മുടെ പേര്, നമ്മുടെ പറഞ്ഞ പോലെ തന്നെ എക്സാം സിറ്റി, സെൻറ്റർ, ഇതൊന്നും ഒരു എഡിറ്റിംഗ്സും അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല എന്നുള്ളതാണ്. ഇൻ കേസ് നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് എന്താക്കാം, കറക്ഷൻ വിൻഡോ വന്നാൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഇപ്പം അഡീഷണൽ പേപ്പേഴ്സ് ഉണ്ട്, ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ട്, അതുപോലെ അഡീഷണൽ പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം? അഡീഷണൽ പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമുക്ക് 4 പേപ്പർ വരെ ഒരു കുട്ടിക്ക് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ പറ്റും. നേരത്തെ നമ്മൾ 6 സെഗ്മെന്റുകളിലായിട്ടാണ് പേപ്പേഴ്സ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അടച്ചിട്ടുള്ള രജിസ്ട്രേഷൻ ഫീസിൽ 2 പേപ്പർ നമുക്ക് മിനിമം അറ്റൻഡ് ചെയ്യാം. എക്സ്ട്രാ നമുക്ക് 3-4 പേപ്പറുകൾ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് ഫീ പേയ്മെന്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 4 പേപ്പർ വരെ മാക്സിമം ഒരു കുട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ആക്ച്വലി അഡീഷണൽ പേപ്പർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അതുപോലെ ജാമിയ മില്ലിയ, അത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ബേസിക്കലി ജാമിയ മില്ലിയ ഇസ്ലാമിയയും സെൻട്രൽ യൂണിവേഴ്സിറ്റി തന്നെയാണ്. പക്ഷേ എല്ലാ യൂണിവേഴ്സിറ്റികളും പറഞ്ഞ പോലെ തന്നെ CUETയുടെ അണ്ടറിൽ വന്നിട്ടില്ല എന്നേ ഉള്ളൂ. ഓരോ യൂണിവേഴ്സിറ്റികൾക്കും ഒരുപക്ഷെ അവർക്ക് ഇൻഡിവിജ്വലായിട്ട് എക്സാം നടത്തണമെന്ന് താല്പര്യമുള്ളതുകൊണ്ട് അവർ ഇൻഡിവിജ്വലായിട്ട് എക്സാം നടത്തുന്നേ ഉള്ളൂ. NIRF റാങ്കിങ് പ്രകാരം ജാമിയ മില്ലിയ ഇസ്ലാമിയ
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും ആദ്യത്തെ 10 തന്നെ ജാമിയ മില്ലിയ ഇസ്ലാമിയ ഒക്കെ ഉണ്ട്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഒക്കെ NIRF റാങ്കിൽ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ്. പക്ഷേ എല്ലാവരും CUET കണ്ടൽ വരുന്നില്ല എന്ന് മാത്രം. ഇപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഈ നെഗറ്റീവ് മാർക്കിംഗ്. CUET എക്സാം PG ആരധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഗതിയാണ്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ആക്ച്വലി നെഗറ്റീവ് മാർക്കിംഗ് CUET PGക്ക് പലരും തെറ്റിപ്പോകുന്ന ഒരു സംഗതിയാണ്. എക്സാം കഴിഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ ഓർക്കുക നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരുന്നല്ലോ എന്നുള്ളത്. അപ്പോൾ കറക്റ്റ് ആൻസേഴ്സിന് 4 മാർക്സും തെറ്റിപ്പോവുകയാണെങ്കിൽ -1 മാർക്കും നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള എക്സാമാണ്, നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള പരീക്ഷയാണ് CUET PG എന്നുള്ളത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓർക്കണം. ഇത്രയാണ് നമുക്ക് ബേസിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വയറീസ്. അപ്പോൾ ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ കരിയർ കണക്റ്റിന്റെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മുടെ കരിയർ കണക്ട് എപ്പിസോഡുകൾ അതിന്റെ ഉത്തരങ്ങൾ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ എക്സാം ബൈ ലേണിംഗിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രീമിയർ സ്ഥാപനങ്ങളിലേക്ക് പഠിക്കാം, അവരെ എങ്ങനെ എത്തിക്കാം എന്നുള്ളത് നേരത്തെ തന്നെ കൃത്യമായിട്ടുള്ള ഫൗണ്ടേഷൻ സെറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സയൻസിലും മാത്സിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കുട്ടികളെ നല്ല മികച്ച യൂണിവേഴ്സിറ്റികളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഒരു ലക്ഷ്യമായിട്ടുള്ളത്. IITians, NITians ആൻഡ് ഡോക്ടേഴ്സ് ആണ് ഈ ഒരു ടീം ലീഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. CUET PGയുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കരിയർ കണക്റ്റിന്റെ വീഡിയോകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. അപ്പോൾ ആരെങ്കിലും ഇനിയും CUET PGക്ക് അപ്ലൈ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ 2 ദിവസം കൊണ്ട് തന്നെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇനി എക്സ്റ്റെൻഡ് ചെയ്യുമെന്നുള്ളത് അറിയില്ല അല്ലേ? നിലവിലുള്ള ഡേറ്റ് അനുസരിച്ച് ഫെബ്രുവരി 1st വീക്കിൽ നമ്മുടെ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ചെയ്യും. സോ എല്ലാവരും അപ്ലൈ ചെയ്യാൻ ബാക്കിയുള്ളവർ അപ്ലൈ ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.